ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഫാസിസത്തിനെതിരായിട്ടുള്ള വലിയ മതേതര കൂട്ടായ്മ നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. മുസ്ലിം ലീഗ് ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ STPI, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി, ഇത്തരം സംഘടനകൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ഇവരുടെ തീവ്രവാദ പ്രവർത്തനം ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്ത സംഘടനയാണ് STPI. അവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കാൻ അബ്ദുൽ ഹമീദ് MLA-യുടെ പാർട്ടി തയ്യാറാവുമ്പോൾ അങ്ങനെ തയ്യാറായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ KM ഷാജിയും അതുപോലെ തന്നെ മുനീറും ഈ മണ്ഡലത്തിനകത്തേക്ക് കാണുന്നില്ല. അതിനെ സംബന്ധിച്ച് പറയണം. അവരൊക്കെ ഇന്നടക്കം ഈ പറഞ്ഞ രണ്ടുപേരും ഈ മണ്ഡലത്തിലുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നയ സമീപനങ്ങള് മുനീറും ഷാജിയും വന്നത് പോട്ടെ, അതൊക്കെ STPI-യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ സാധിക്കുമോ? അല്ല, അങ്ങനെ വോട്ട് വേണ്ട എന്ന് പറയണത് എങ്ങനെ? ഈ വോട്ട് വേണ്ട എന്ന് പറയണത് ഈ വോട്ട് വേണ്ടെന്നതിനെ പറയേണ്ട ആവശ്യം? ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുമ്പോൾ ആരെ വോട്ടും വേണ്ടെന്ന് പറയില്ല. ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. വളരെ കൃത്യമായി പറയുന്നു. ഒരു കാര്യം കൂടെ കൃത്യമായി സൂചിപ്പിക്കാം. STPI-യുമായി വെൽഫെയർ പാർട്ടിയുമായി മുസ്ലിം ലീഗ് സഖ്യമുണ്ടാക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അപകടം വളരെ കൃത്യമായി തിരിച്ചറിയണം. മറുഭാഗത്ത് BJP കൃത്യമായി വീടുകളിൽ കയറി പറയുന്നു മുസ്ലിം ഏകീകരണം നടക്കുന്നു മലപ്പുറം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്ന്. അതുകൊണ്ട് നമ്മൾക്ക് ഹിന്ദു ഏകീകരണം വേണമെന്ന് പറയുന്നു. വലിയ അപകടം രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നു. ഇത് മുസ്ലിം ലീഗ് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, പലപ്പോഴായിട്ട് ഇവരോടൊക്കെ സഖ്യം കൂടിയ പാർട്ടിയാണ് CPM എന്നതിൽ എല്ലാവർക്കും അറിയാം. അവസരം കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഈ തീവ്രവാദ പാർട്ടികളുമായിട്ടൊക്കെ സഖ്യം കൂടിയ പാർട്ടിയാണ് CPM. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും അതിന് നയ സമീപനമുണ്ട്. മുന്നോട്ട് വള്ളിക്കുന്ന് പഞ്ചായത്തിലെ മത്സരിച്ചിരുന്ന UDF പിന്തുണയോടുകൂടി മത്സരിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി ഫൈസൽ വധക്കേസിൽ പ്രതിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ അമീദ് മാസ്റ്റർക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കേണ്ടതില്ലേ സാർ? വേങ്ങരയിൽ പ്രഗത്ഭരായ എത്രയോ നേതാക്കന്മാർ മുസ്ലിം ലീഗിലുണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ വേണമെന്നാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന ആൾക്കാരാണ് ഈ തരത്തിലുള്ള പരാമർശം പറയുന്നത്. അവിടെ പാർലമെന്റിൽ ചെല്ലട്ടെ, വരാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പോൾ അവിടെ വെച്ച് പറയാം. BJP-യിലാണ് ഇനി ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള നിർദ്ദേശം എന്താണ്? നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അനിവാര്യമായതാണ് ഒന്ന്, നമ്മുടെ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു അനിവാര്യമായതാണ്. കാരണം നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് അത് എന്ത് തിന്നിട്ടാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ അതൊന്നും ഇവിടേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ല. അതുപോലെ തന്നെ നമ്മളെ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നാഷണൽ ഹൈവേയുടെ ഏറ്റവും വലിയ അരി എവിടെയാണ് കിട്ടാത്തത്? 2013 KV തോമസ് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അന്ന് അതിൽ രേഖപ്പെടുത്തിയിരുന്ന അതേ മെട്രിക് ടൺ അരി ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ വായിച്ചു നോക്കണം. അതിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നത് BJP അല്ല. ഈ കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM പ്രത്യക്ഷ സമരത്തിൽ ഇറങ്ങിയില്ല? മറ്റൊന്ന്, പാലക്കാട് നഗരസഭയിൽ നിങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നെങ്കിൽ ഇന്നാണ് BJP ഭരിക്കില്ല. എന്തുകൊണ്ട് നിങ്ങൾ പാലക്കാട് നഗരസഭയിൽ പിന്തുണ കൊടുക്കുന്നില്ല? ഒരു കൊലക്കേസിനൊക്കെ സമയത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി ആ കേസിലെ പ്രതികളെ പിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിനും കൊണ്ടുവരുന്നതിലും കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള ശുഷ്കാന്തിയുടെ ഭാഗമായിട്ടാണ് അതിലെ പ്രതികൾ മുഴുവൻ പേരും അറസ്റ്റിലായിട്ടുള്ളത്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരു നാടിലുള്ള ആളുകൾ മുഴുവൻ സമരത്തിനിറങ്ങേണ്ടി വരികയും അതിനുശേഷം അന്വേഷണ സംഘത്തെ മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. സ്വാഭാവികമായും ഒരു ക്രൈം നടക്കുമ്പോൾ ആ ക്രൈം നടന്നിട്ടുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, അവിടുത്തെ SI-യും അവിടുത്തെ CI-യും അവിടുത്തെ DSP-യാണ് സ്വാഭാവികമായും അന്വേഷണം നടത്തുക. കൂടുതൽ ആഴത്തിലേക്ക് പോകേണ്ടി വരുമ്പം പ്രത്യേക ടീമിനെ അതിനുവേണ്ടി നിയോഗിക്കുന്നത് കാലാകാലങ്ങളായി നടന്നു വരുന്നതാണ്. ഫൈസൽ വധത്തിൽ എന്തുകൊണ്ട് പ്രതികൾക്കെതിരെ UAPA ചേർത്തില്ല? എന്തുകൊണ്ട് കുടുംബത്തിനും ധനസഹായം കൊടുക്കുന്നില്ല? UAPA ചേർത്തത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളിലാണ്. രണ്ടാമത്തേത് എന്ത് പറയട്ടെ, ഞാൻ മുഴുവനാക്കട്ടെ. കൈവെട്ട് കേസുകളിലെ പ്രതികളിൽ നിന്ന് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് UAPA ചേർത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്തുകൊണ്ട് ധനസഹായം നൽകിയില്ല എന്നാണ്.
ഫൈസലിൻ്റെ വധം, നിഷ്ഠൂരമായ വധം കേരളത്തിൽ ആദ്യത്തെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസായിരുന്നില്ല. അതിനുമുമ്പ് തിരൂരിൽ യാസിർ മരിച്ചിരുന്നു. UDF ആയിരുന്നു മരിച്ചിരുന്നത്. നിങ്ങൾ എന്ത് നൽകി പറയണം? പള്ളിക്കൽ ബസാറിൽ മതം മാറിയതിൻ്റെ പേരിൽ ചിരിതക്കുട്ടി കോടതിക്കകത്ത് കൊല്ലപ്പെട്ടിരുന്നു. എന്ത് നൽകി പറയണം? ഒരു മതവിഭാഗത്തിലെ അവാന്തര വിഭാഗത്തിൽ പെട്ടു എന്നതിൻ്റെ പേരിൽ മണ്ണാർക്കാട്ട് 2 സഹോദരങ്ങൾ AP അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗത്തിൽ ചേർന്നു എന്നതിൻ്റെ പേരിൽ 2 പേർ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടിരുന്നു. 2 കുടുംബം സഹോദരന്മാർക്ക് അനാഥമായിരുന്നു. നിങ്ങൾ എന്ത് നൽകിയെന്ന് പറയണം? ഫൈസൽ വധക്കേസിൽ എപ്പോഴാണ് പ്രതികളെ പിടിച്ചത്? ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് അവിടുത്തെ നിയമസഭാ സാമാജികൻ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന്റെ നേതൃത്വത്തിൽ നാട് മുഴുവനും ഒന്നിച്ച് പ്രക്ഷോഭം നടത്തി. അതിനുശേഷമാണ് സമരത്തിലേക്ക് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നത്. എന്നിട്ടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. NDF-ഉം RSS-ഉം ഒരേ നാണയത്തിന്റെ 2 വശമാണെന്ന് ആദ്യം പറഞ്ഞത് മുസ്ലിം ലീഗാ. ആ NDF-നെ കൂട്ടിയിട്ട് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി വരെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇപ്പോ എന്തുകൊണ്ട് അതിന് മറുപടി പറയണം? ഇന്ത്യയിൽ ഫാസിസത്തിന് എതിരാവാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള സംഗതിയുണ്ട്. പാർലമെന്റിലെ BJP MLA-മാരിൽ 103 പേർ പഴയ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരുന്നു. നമ്മൾ തിരിച്ചറിയണം. 5 മുഖ്യമന്ത്രിമാരാണ് BJP-യിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഏറ്റവും അവസാനം 54 കൊല്ലക്കാലം കോൺഗ്രസിന്റെ കൂടെ നിന്ന SM കൃഷ്ണ കോൺഗ്രസിലേക്ക് പോകുന്നു. പത്തനംതിട്ടയിലെ DCC പ്രസിഡന്റ് NDA കുറിച്ച് സംസാരിക്കുന്നു കേരളത്തിൽ. ഈ സാഹചര്യത്തിൽ ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് വലിയ സംഘടനയാവാം, പക്ഷെ കോൺഗ്രസിന് ഇന്ത്യയിൽ വേറെ ഒരു ബദലില്ല എന്നുള്ളതുകൊണ്ടാണ് അതിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. അവിടെയാണ് ഇടതുപക്ഷം ബദലാവുന്നത്. ഇന്ന് MB ഫൈസലിന്റെ പ്രചരണത്തോടൊപ്പം ഒരു ക്ലോക്ക് വെച്ച ഒരു കൊടി നമുക്ക് കാണാൻ കഴിയും. ആ കൊടി CP മുസ്തഫയ്ക്ക് അറിയോ എന്നറിയില്ല. ഗോവയിൽ ആ കൊടി ആരുടെ കൂടെയാണെന്ന് CP മുസ്തഫയ്ക്ക് അറിയുമോ? NCP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഗോവയിലൊരു നിലപാടെടുത്തിട്ടുണ്ട്. അതിന് വളരെ കൃത്യമായി ഇടതുപക്ഷം എതിർത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആ പാർട്ടിയോട് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുത്തുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. NCPക്ക് മന്ത്രിസ്ഥാനം നൽകിക്കൊണ്ടാണ് ഗോവയിൽ നൽകിയ പിന്തുണ NCPക്ക് ഇവിടെ സ്വാഗതം ചെയ്തത് CPM. 1992 മുതൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് തകർന്നു പോകുന്നു. എന്നിട്ടും മുസ്ലിം ലീഗ് പോലത്തെ ഒരു പാർട്ടി ഈ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ വരെ കോൺഗ്രസിനെ മുൻനിർത്തിക്കൊണ്ടാണ് വീണ്ടും വോട്ടർമാരോട് വോട്ട് ചോദിക്കുന്നത്. എന്താണ് മുസ്ലിം ലീഗിനെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? അത് ഇന്ത്യൻ ഭരണഘടനയോടും മതേതരത്വത്തോടും ജനാധിപത്യത്തിനോടും ഒക്കെ കൂറുപുലർത്തുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ മാത്രമേ ഈ ഫാസിസത്തെ തകർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിവ് മുസ്ലിം ലീഗിനുണ്ട്. മതേതര കക്ഷികളുടെ കൂട്ടായ്മ, അതിലൂടെ മാത്രമേ ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് തിരിച്ചറിഞ്ഞ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനവുമായിട്ട് കോൺഗ്രസിനെ പങ്കാളിയായി അത് UPA ഗവൺമെൻറ് ആയിരുന്നാലും UDF ഗവൺമെൻറ് ആയിരുന്നാലും കോൺഗ്രസിനെ മുൻനിർത്തി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനവും ബന്ധപ്പെട്ട കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് BJPക്ക് കേരളത്തിലെ ദേശീയപാത സംബന്ധിച്ചുള്ള നയം? ഒന്ന് പെട്ടെന്ന് വ്യക്തമാക്കാമോ? ദേശീയപാതയുടെ വിഷയത്തിൽ നിതിൻ ഗഡ്കരിജി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേരള സംസ്ഥാനം അത് എത്രയും പെട്ടെന്ന് സ്ഥലമെടുത്ത് തരികയാണെങ്കിൽ അതിന് വേണ്ടുന്ന ഫണ്ടുകൾ പരിപൂർണമായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആ സ്ഥലം അക്വയർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള നടപടികൾ പോലും കേരള ഗവൺമെൻറ് മുമ്പുണ്ടായിരുന്നവരും ചെയ്തിട്ടില്ല. സംസ്ഥാന സർക്കാരിന്, പിണറായിയുടെ സർക്കാരിനെ സംബന്ധിച്ചോളം ഈ ദേശീയപാത വികസനത്തിൽ വളരെ കൃത്യമായ നിലപാടുണ്ട്. 45 മീറ്റർ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ സമവായമായി എടുത്തുള്ള തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായി വളരെ ശക്തമായി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾക്കകം, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുതിയ കൺസൾട്ടൻസി, ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള പുതിയ കൺസൾട്ടൻസിയുടെ അലൈൻമെൻറ്റ് വരും. അതുമായി മുന്നോട്ട് പോകും. ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നിലപാടുമായിട്ടായിരിക്കും ഭൂമി അക്വയർ ചെയ്യുക. ഈ 45 30 എന്നുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുന്നില്ല. ഒരു തർക്കമില്ല. 45 മീറ്ററിൽ വരണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. എന്താണ് UDF-ന്റെ നിലപാട്? ജനങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ടൊരു വികസനത്തിന് ഞങ്ങളെതിരാണ്. വികസന നാടിനാവശ്യമാണ്. അതേ സമയത്ത് ഇതിന് നഷ്ടപരിഹാരം സംഭവിക്കുന്ന ആൾക്കാർക്ക് മാർക്കറ്റ് വില കൊടുക്കണം, അവരെ പുനരധിവസിപ്പിക്കണം, അവർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. വികസനം എന്ന് പറഞ്ഞ ആ വിഷയം ഇവിടെ എടുത്തിട്ടില്ല. 10 ആൾക്ക് ജോലി കിട്ടുന്ന എന്ത് സംരംഭമാണ് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നത്? ഇവിടെ ഞാൻ പറയട്ടെ, വ്യവസായ വകുപ്പ് മന്ത്രി പറയട്ടെ.
ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ ഒരാൾ അനുവദിക്കോ? പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം കൊണ്ടുവന്നാണ് കിൻഫ്ര. നൂറുകണക്കിന് ചെറുകിട വ്യവസായ സംരംഭങ്ങൾ അവിടെ ഉണ്ട്. അതിലൂടെ നൂറുകണക്കിന് ആൾക്കാർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കാൻ സാധിക്കുമോ? BJP സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നത്, നേതാവിനോട് ചോദിക്കുന്നത്, കാസർഗോഡ് ഒരു മൊലിയാർ വെട്ടിക്കൊന്നരങ്ങൾ എന്ത് നേടി? ഈ മലപ്പുറം കേരളത്തിൽ എത്രമാത്രം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു? ഞാൻ ചോദിച്ചത്, നിങ്ങൾ മലപ്പുറം പാർലമെന്റ് മണ്ഡലം പിടിക്കാൻ നിൽക്കണമായിരുന്നു. ഇവിടെയും അത് ആവർത്തിക്കുമെന്ന് ചോദിക്കണേ. കൊടിഞ്ഞിയിൽ ആവർത്തിച്ചു, ഇനി കാസർഗോഡ്. നിങ്ങൾ വർഗീയ സംഘർഷങ്ങൾക്ക് ഉള്ള കോപ്പ് കൂട്ടുന്നു കേരളത്തിൽ. അത് കേരളത്തിൽ നടക്കൂല എന്ന അഭിപ്രായം പറയുള്ളൂ. കേരളത്തിൽ എന്നല്ലാതെ ഇന്ത്യയിൽ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യയിൽ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. ഒരു തരത്തിലും മതത്തിന്റെയോ ജാതിയുടെ പേരിൽ അങ്ങനെയുള്ള സംഘടനകൾ നടക്കരുത് ആഗ്രഹിക്കുന്ന പാർട്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിൽ യാതൊരു 10 മാസക്കാലത്തിനുള്ളിൽ ആളുകളെ കൊല ചെയ്യപ്പെട്ടു. അതിലൊന്നും ഉണ്ടായില്ലല്ലോ, പ്രതികരിച്ചില്ലല്ലോ. ഈ രാജ്യത്ത് 2 വലിയ വർഗീയ കലാപങ്ങളാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും അവസാനം നടന്ന കലാപം ഇന്നത്തെ പ്രധാനമന്ത്രി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. കേരളത്തിലെ മതേതരത്വ സംവിധാനങ്ങളെ സംരക്ഷിക്കുവാൻ, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുവാൻ ഏത് തരത്തിലാണ് BJP ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കിയാൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, രാജ്യത്തിൻ്റെ അഖണ്ഡതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്ന പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഈ രാജ്യത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ഭൂരിപക്ഷമായ പ്രദേശങ്ങളിൽ പോലും BJP MP-മാരാണ് ജയിച്ചിട്ടുള്ളത്. എവിടെ കുത്തി? എന്തുകൊണ്ട് പഞ്ചാബിൽ നടന്നില്ല? എന്തുകൊണ്ടത് പഞ്ചാബിൽ നടന്നില്ല? ഒരു ഭാഗത്ത് BJP വിജയിച്ചപ്പോൾ അത് മുഴുവൻ താമരയിലേക്ക് പോകുന്നു, പഞ്ചാബിൽ വിജയിച്ചപ്പോൾ അത് നേരെ തിരിച്ചാക്കുന്നു. ആ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനില്ല. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് N. ശ്രീപ്രകാശ് ഏത് തരത്തിലുള്ള വിജയമാണ് കൊണ്ടുവരിക എന്നാണ് BJPയുടെ പ്രതീക്ഷ? BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വിജയം കരസ്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. സംശയമെന്താ? മത്സരിക്കുന്നതല്ലേ? മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയല്ലേ? മത്സരിക്കാൻ വേണ്ടി വിജയിക്കില്ല. ഇവിടെ നിന്ന് ആര് ജയിച്ചു പോയാലും നരേന്ദ്രമോദിക്ക് ഒരു കൊട്ടും ഒന്നും കൊടുക്കാനൊന്നും കഴിയില്ല. അത്രമാത്രം ഭൂരിപക്ഷമാണ് നരേന്ദ്രമോദിക്ക് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിലുള്ളത്. അത്രമാത്രം ഭൂരിപക്ഷമുണ്ട്. അപ്പം അതുകൊണ്ട് ഉമ്മാക്കി കാട്ടിക്കൊണ്ടൊന്നും BJP ഗവൺമെന്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. MP ഫൈസൽ വിജയിക്കുമോ? എന്താണ് LDFന്റെ പ്രതീക്ഷ? ഒരു തർക്കവും വേണ്ട, MP ഫൈസൽ വിജയിക്കും. കാരണം മലപ്പുറത്തെ ജനങ്ങൾ മതേതരത്വത്തിന്റെ കാവലാളുകളാണ്. അവർ കൃത്യമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഹംസാക്ക ജയിച്ചെങ്കിൽ ഫൈസൽ ജയിക്കും, ഒരു തർക്കവും കാര്യത്തിലില്ല. PK കുഞ്ഞാലിക്കുട്ടി ഭൂരിപക്ഷത്തിന് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർലമെന്റിൽ പോകും. റെക്കോർഡ് ഭൂരിപക്ഷത്തിന്. മണ്ഡലത്തിലെ വിഷയങ്ങൾ മാത്രമല്ല, ദേശീയവും സംസ്ഥാന രാഷ്ട്രീയവും എല്ലാം തന്നെ ഇവിടെ വളരെ വിശദമായി ചർച്ച ചെയ്തു. മണ്ഡലത്തിലെ വികസന പ്രശ്നം, പ്രത്യേകിച്ച് ദേശീയപാത, വിമാനത്താവളം എല്ലാം ഇവിടെ ചർച്ച ചെയ്തു. ചർച്ചയിൽ പങ്കെടുത്ത ഹമീദ് മാഷ്, CP മുസ്തഫ, പ്രേമ മാസ്റ്റർ, ഒപ്പം ഒട്ടേറെ വോട്ടർമാരും ഇവിടെയുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ചിഹ്നം നാളെ മറ്റൊരു മണ്ഡലത്തിൽ.